തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. റേഷൻ കടകളിൽ ആവശ്യത്തിന് ഭക്ഷ്യധാന്യങ്ങൾ ഇല്ലാത്തതിൽ സർക്കാർ അനാസ്ഥയ്ക്കെതിരെ വിവിധ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തിരൂരങ്ങാടി സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തിരൂരങ്ങാടി, എടരിക്കോട്, വേങ്ങര, പറപ്പൂർ സംയുക്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ചും ധർണയും. അരിയെവിടെ സർക്കാർ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് മാർച്ച് നടന്നത്. മമ്പുറം പാലത്തിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ചെമ്മാട് ടൗൺ ചുറ്റി താലൂക്ക് ആശുപത്രി പരിസരത്തിലൂടെ സപ്ലൈ ഓഫീസിന് മുന്നിലെത്തി. കവാടത്തിന് മുമ്പിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. KPCC സെക്രട്ടറി KP നൌഷാദ് അലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ ചേർത്ത് നിർത്തിയ സപ്ലൈകോ പിണറായി വിജയന്റെ ഭരണകാലത്ത് ഒന്നുമല്ലാതായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ സപ്ലൈകോ എന്ന സ്ഥാപനം ഈ കേരളത്തിന് സംഭാവന ചെയ്ത പ്രദേശം അല്ലെങ്കിൽ അവരുടെ നേതാവിന്റെ നാടാണിത് എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർക്കുകയാണ്. കാരണം സപ്ലൈകോ 1974 സ്ഥാപിച്ചത്. 1974 കേരളത്തിന്റെ സിവിൽ സപ്ലൈസ് മന്ത്രി നിങ്ങളുടെ പ്രിയങ്കരനായ ഔദ്ദാദർകുട്ടി നഹാസാഹിബായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച ഒരു സ്ഥാപനമാണ് ഈ സപ്ലൈകോ. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് C. അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന, K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് സപ്ലൈകോ സ്ഥാപിച്ചത്. അത് സ്ഥാപിച്ചത് ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകളുടെ ഇടയിൽ ഈ വിലക്കയറ്റം കാരണം വല്ലാത്തൊരു ദാരിദ്ര്യത്തിന്റെ ഒരു പരിസരം രൂപപ്പെടാറുണ്ട്. ആ കാലത്തൊക്കെ അത് ഇന്നും ചെറിയ രൂപത്തിലുണ്ട്. ആ കാലത്ത് പൊതുവിപണിയിൽ ഇടപെട്ടുകൊണ്ട് പാവപ്പെട്ട മനുഷ്യർക്ക് അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത സാധനങ്ങൾ 3 വിലക്ക് അല്ലെങ്കിൽ 40% വിലക്കൊക്കെ നൽകാൻ വേണ്ടിയാണ് ഈ സപ്ലൈകോ എന്ന സ്ഥാപനം സ്ഥാപിച്ചിട്ടുള്ളത്. സപ്ലൈകോ പിന്നീട് വളർന്ന് പന്തലിച്ച് സപ്ലൈകോ ഇവിടെ പിന്നെ ഗ്യാസ് സ്റ്റേഷനുകൾ തുടങ്ങി, പെട്രോൾ പമ്പുകൾ തുടങ്ങുന്നു, ശബരി എന്ന പേരിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങുന്നു, 1600ഓളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ തുടങ്ങുന്നു, മാവേലി സ്റ്റോറുകൾ തുടങ്ങുന്നു. അങ്ങനെ കേരളത്തിൽ വലിയൊരു വിപ്ലവം ഉണ്ടാക്കി ജനങ്ങളെ ചേർത്ത് നിർത്തിയ ഒരു സ്ഥാപനമാണ് സപ്ലൈകോ. ആ സപ്ലൈകോ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വട്ടപൂജ്യമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, പിണറായി വിജയന്റെ ഗവൺമെന്റ് സപ്ലൈകോവിന് 2500 കോടി രൂപ കൊടുക്കാനുണ്ട് അരിയേഴ്സ് ആയിട്ട്, കുടിശ്ശികയായിട്ട്. സപ്ലൈകോ എടുത്ത വായ്പ ഇന്ന് സപ്ലൈകോയെ വിഴുങ്ങാൻ
3500 കോടിയിലധികം രൂപയുടെ ബാധ്യതയുമായി നിൽക്കുന്നുണ്ട്. സപ്ലൈകോവിന് ഈ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കരാറുകാരുണ്ട്, അവർക്ക് കൊടുക്കാൻ 750 കോടി രൂപ വേറെ കുടിശ്ശികയുണ്ട്. ഒരാളും ഒരു സാധനവും സപ്ലൈകോവിന് കൊടുക്കുന്നില്ല. ഒരു സാധന സാമഗ്രികളും ഇന്ന് മാവേലി സ്റ്റോറുകളിലും റേഷൻ സ്റ്റോറുകളിലും പൊതുവിപണിയുമായിട്ട് യാതൊരുവിധ വില വ്യത്യാസവുമില്ല. ഇത്തരത്തിൽ രംഗത്ത് തകർത്ത ഒരു സർക്കാരിനെതിരെയാണ് നമ്മുടെ ഈ സമരം. തിരൂരങ്ങാടി ബ്ലോക്ക് പ്രസിഡന്റ് മോഹനൻ വെന്നിയൂർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ PA ചെറിയത്, DCC സെക്രട്ടറി അറഫാത്ത്, നാസർ തെന്നല, കുഞ്ഞു ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. പറപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ സ്വാഗതവും VV അബു നന്ദിയും പറഞ്ഞു. VP ഖാദർ, മാനു ഊരകം, രാധാകൃഷ്ണൻ മാസ്റ്റർ, മുജീബ് മുല്ലപ്പള്ളി, ഹംസ തെങ്കിലാൻ, സലീം ചുള്ളിപ്പാറ, സുധീഷ് പരപ്പനങ്ങാടി, ഷാഫി പൂക്കയിൽ, സുധീഷ് എടരിക്കോട്, AT ഉണ്ണി, KP അബ്ദുൽ മജീദ് ഹാജി, അസീസ് പന്താരങ്ങാടി, KU ഉണ്ണികൃഷ്ണൻ, പരപ്പൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.